തീപിടുത്തത്തിൽ മരിച്ച ഷമീർ കൊല്ലം സ്വദേശിയാണ്. 5 വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഷമീർ 9 മാസം മുൻപാണ് നാട്ടിൽ വന്നത്. കൊല്ലം വയ്യാങ്കരയിൽ നിന്ന് ലിജോ റോളൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. താമസസ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ഷമീറിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെയാണ് അവരെ സമീപത്തുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നത്. കാരണം ഷമീറിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ആളുണ്ടായിരുന്നു, ഇവിടെ അടുത്താണ് താമസം, അവരെയാണ് വിളിച്ചറിയിക്കുന്നത്. അങ്ങനെയാണ് കുടുംബം ഉൾപ്പെടെ ഈ വിവരം അറിയുന്നത്. ഇപ്പോൾ ഉള്ളത് ഈ ഷമീറിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന, പരിക്ക് പറ്റിയപ്പോൾ ചികിത്സയിൽ കഴിയുന്ന വ്യക്തിയുടെ സഹോദരനാണ്. ഇങ്ങനെയാണ്, എന്താണ് അവിടെ നിന്നും നിങ്ങൾക്കൊരു അറിയിപ്പായി ലഭിച്ചത്? ഉച്ചയായപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ അവിടെ തീപിടുത്തം ഉണ്ടായി, ഷമീർക്ക മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ നജീമിക്കായി വിളിച്ചു, കിട്ടി. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഷമീർക്ക മരിച്ചു പോയി, എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചപ്പം ആരോ ഒന്ന് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 4-5 മണിയായപ്പോഴത്തേക്ക് 4 മണിയായിരുന്നു. ആ സമയത്തേക്ക് ഒന്ന് കഥ തട്ടി, കഥ തുറന്നപ്പോൾ ചുറ്റിനും പുകയായിരുന്നു. അങ്ങനെ കഥ അടച്ചിട്ട് തിരിച്ച് ജനൽ വഴി എടുത്ത് ചാടി എന്നാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും ഒരു 4 കൊല്ലമായിട്ട് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്, MPTCയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നജീബിന്റെ സഹോദരനാണ്. ഷമീറിന്റെ ഒപ്പമാണ് ജോലി ചെയ്യുന്നത്. അവരുടെ വീട്ടിലേക്കാണ് വിളി വരുന്നത്. ഷമീറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ വന്ന് മടങ്ങിപ്പോയിട്ട് ഏകദേശം 8 മാസമാണ് ആകുന്നത്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അതോടൊപ്പം തന്നെ ഭാര്യയുണ്ട്. ഉടനെ മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു അതീവ വേദനാജനകമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.